ഞാനും ഉല്ലാസും കൂടെ നമ്മുടെ ഇല്ലിക്കക്കലിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ഒരു ട്രെക്കിങ്ങിന് വേണ്ടി പോവാണ്. നല്ല സ്റ്റീപ്പായിട്ടുള്ളൊരു സ്ഥലമാണ്. വഴിയുണ്ടോ ഏതാണ്ടൊരു 60 ഡിഗ്രി 70 ഡിഗ്രി ചെരുവ കേട്ടോ. ഫ്രണ്ടിലേക്ക് നോക്കൂ, കണ്ടോ? ഇങ്ങനത്തെ സ്ഥലമാണ്. നമ്മൾ പിടിച്ച് കണ്ടോ, കല്ല് പിടിച്ച് കയറേണ്ട അവസ്ഥയാണ് പല സ്ഥലത്തും. സ്റ്റീപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും സ്റ്റീപ്പ്. ഇതേ ഉല്ലാസ കയറിയുണ്ടോ? ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ നോക്കി, അടിപൊളി. പൊടിയാണേ, തെന്നി കിടക്കുക. എൻ്റെ അമ്മേ, കയറ്റം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇതാണ് വ്യൂ. Workout paused. Workout resumed. ഓ, ഈ കൊക്കയുടെ സൈഡിൽ കൂടെയാണ് കയറി പോകണ്ടേ. നല്ല തണുത്ത കാറ്റ്. എൻ്റെ അമ്മേ, ഇത് കൂടെയാണ് കയറി പോകണ്ടേ. അപ്പോൾ ഇതേപോലെയുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള ട്രെക്കിങ്ങും അതേപോലെ റോക്ക് ക്ലൈമ്പിങ്ങോ റാപ്പിളിങ്ങും ഓഫ് റോഡിങ്, കയാക്കിങ്, ക്യാമ്പിങ്, അങ്ങനെ എന്തൊക്കെ അഡ്വഞ്ചർ ഉണ്ടോ അതെല്ലാം നമ്മളിവിടെ ചെയ്യാം സേഫായിട്ട്. അതിൽ താല്പര്യമുള്ള ആളുകൾക്ക് ഞാൻ എൻ്റെ നമ്പർ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഇതേ ഇതേ പരുന്ത് പറഞ്ഞോണേ, ഇതേപോലെയുള്ള കുത്തനെയുള്ള ഇറക്കവും കാര്യങ്ങളൊക്കെയാണ്. വാവ്, ഇത് ട്രെക്കിംഗ് ഷൂ മസ്റ്റായിട്ട് വേണം ഇല്ലിക്കക്കല്ലിലെ ഈ ഒരു ട്രെക്കിങ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഗിയേഴ്സ് എല്ലാം ആയിട്ട് വേണം. ഇതേ കാണുന്നതാണ് നമ്മുടെ അപ്പുറത്തെ സൈഡിൽ നിന്ന് കയറി വരുന്ന വഴി കേട്ടോ. ഇല്ലിക്കക്കല്ല് നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് കയറി വരാമല്ലോ. ഇത് നരകപാലം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ്. അതിലേക്കൊന്നും അധികം പേര് കയറി പോവാറില്ല. വാവ്, ഇതാണ് ഇതിനകത്ത് സങ്കടമുള്ളത്. എല്ലായിടത്തും നമ്മുടെ ആളുകൾ വേസ്റ്റ് കൊണ്ട് ഇട്ടേക്കുവാണ്. ഒരു ഫുൾ ടീമുമായിട്ട് വന്ന് ഇവിടെ ക്ലീൻ ചെയ്യേണ്ടി വരും. നമ്മൾ എന്നാലേ നേരെ ആവണേ നമ്മുടെ ആളുകൾ. ഇതുണ്ടോ, ഇതെല്ലാം കമ്പി ഡ്രില്ല് ചെയ്ത് വെച്ചേക്കുവാണ് കയറി വരാൻ വേണ്ടി. ഇത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള അതേ ആ കാണാണ് നരകപാലം. ബാഗൊന്നും എടുത്തില്ല, അതുകൊണ്ട് കയ്യിൽ ബോട്ടിൽ കൈ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. അമ്മേ, ഇല്ലിക്കക്കല്ലിൽ എത്ര ആളുകൾ വന്നു എന്നുള്ളത് നോക്കണമെങ്കിൽ ഇവിടെയുള്ള ബോട്ടിലിൻ്റെ എണ്ണം എടുത്താൽ മതി. ഒരാൾ ഒരു കുപ്പിയിലും 1 ലിറ്ററിലും കുടിച്ചിട്ടുണ്ടാവും. അത്രയും ബോട്ടിൽ കിടപ്പുണ്ട്. തീ കത്തി കുറേയൊക്കെ കത്തിപ്പോയിട്ടുണ്ടാവും, ബാക്കിയുള്ളതെല്ലാം ഇവിടെയുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ നല്ല
കൊത്തുപണി അറിയാവുന്ന ആളുകളുണ്ടെന്ന് നല്ല കൽപ്പണി അറിയാവുന്ന ആളുകളുണ്ടെന്ന് മനസ്സിലായി കണ്ടോ. അരിവാൾ ചുറ്റിക നക്ഷത്രം. നക്ഷത്രം എന്ത് നക്ഷത്രം മാത്രം കിട്ടിയില്ല അല്ലേ. ഇല്ലിക്കക്കല്ലിലുള്ള കാഴ്ച കേട്ടോ. ഇതൊക്കെ ഇടി വെട്ടുന്ന സമയത്ത് വരരുത്, പ്രത്യേകം ശ്രദ്ധിച്ചോണം. അങ്ങനെ വന്നാൽ പോലും ഈ മുമ്പിൽ കാണുന്ന കേവ് പോലെയുള്ള സ്ഥലങ്ങളില്ലേ, പാറയുടെ ഹള്ള്, ഇതിലൊക്കെ അടിയക്കടെ കയറി ഇരുന്നോണം സേഫായിട്ട്. ഇതേ അല്ല ഈറ്റക്കാട്. വരാത്ത ആളുകൾ വരിക, വർത്തായിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ ഇതൊരു ഈസി റൂട്ടാണെന്ന് വിചാരിച്ച് വരരുത്. ഈ കുരിശിരിക്കുന്നതാണ് ഇവിടുത്തെ ഹയസ്റ്റ് പോയിൻ്റ്. ഇവിടെ നിന്നാണ് അപ്പുറത്തേക്ക് നാരോ ആയിട്ടുള്ള റോഡ്, പിള്ളേരെ കയറിയിരിക്കുന്ന സ്ഥലം. വളരെ നാരോ ആയിട്ടുള്ള റോഡാണ് കണ്ടോ. ഇത്രയും നാരോ ആയിട്ടുള്ള റോഡിൽ കൂടെയാണ് നടന്ന് ഇതേപോലത്തെ സ്ഥലത്തോടെ കയറി അവിടെ വയ്ക്കണം. ആ കല്ല് കാണാനാണ് ഇല്ലിക്കക്കല്ല്. അപ്പുറത്തെ സൈഡിൽ കൂടെ വരുമ്പോൾ നടന്നു വരുന്ന സ്ഥലമാണിത്. ഇതാണ് കേട്ടോ നരകപാലം എന്ന് പറയുന്ന സ്ഥലം. ഈ സ്ഥലത്തോടെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട്, അത് ഭയങ്കര റിസ്കി ആയിട്ടുള്ള സ്ഥലമാണ്. ഇങ്ങനെ ചെന്ന് ദേ ഇവിടെയാണ് ചെല്ലേണ്ടത്. നമ്മൾ ആ കുരിശിരിക്കുന്ന സ്ഥലത്തു നിന്നാണ് ഇതൊക്കെ ഇങ്ങോട്ട് വന്നത്. ഇവിടുത്തെ വ്യൂ കണ്ടില്ലേ. ഇല്ലിക്കക്കല്ല് ഇവിടെ മാത്രം നിങ്ങൾ പറ്റുന്നവർ, അതായത് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളവരും ധൈര്യമുള്ളവരും മാത്രം പോയാൽ മതി. രണ്ട് സൈഡിലേക്കുള്ള ഗർത്തം നോക്കി. ഇതുണ്ടോ പോകുന്ന വഴി ഇങ്ങനെയാണ് കണ്ടോ. ആയിരക്കണക്കിന് അടി താഴത്തേക്കാണ് ഈ കൊക്ക രണ്ട് സൈഡിലേക്കും. ഇതിലേക്ക് വലിയ ഡെപ്തില്ല, പക്ഷെ ഇതിലേക്കുണ്ട്. ഇത് മൊബൈൽ നോക്കിക്കൊണ്ട് ഞാൻ പോകുന്നില്ല കേട്ടോ, നിലത്ത് നോക്കിക്കൊണ്ടാ പോകുന്നുള്ളൂ. നല്ല അരിസ്പ്രയുടെ പരസ്യം പോലെ ആയിരിക്കും, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. ഓ ഒരു മിനിറ്റ് അവിടെ നിന്ന്. ഇതാണ് കുരിശിരിക്കുന്ന സ്ഥലം. താഴത്തേക്കുള്ള ഡെപ്ത് കണ്ടോ. ഓ ഇതാണ് വഴി. ഞങ്ങൾ തിരിച്ചിറങ്ങാൻ പോവാണ്. ഈ വഴി ഒരു ഷോർട്ട് കട്ടുണ്ട്, കുത്തനെയുള്ള ഇറക്കമാണ്. ഞങ്ങൾ താമസിച്ചു. ഹെഡ്ലൈറ്റ് വണ്ടിയിലായിരിക്കുന്നത്, ഞാൻ എടുത്തില്ല. മൊബൈലിൻ്റെ വെട്ടം മതി, പക്ഷേ ഇതിൽ ഷോർട്ട് കട്ട് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റും ഉണ്ടോ. അപ്പോൾ ഇതിലൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. അപ്പോൾ എങ്ങനെയാ ഉല്ലാസേ, ഇറങ്ങുമല്ലേ? എങ്ങനെയാണോ ഇറങ്ങണേ അത്. ഏതായാലും സമ്മതിക്കണം കേട്ടോ, ഇല്ലിക്കക്കല്ലിൻ്റെ ഏറ്റവും ടോപ്പിൽ അതൊരു മനുഷ്യനെ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലത്ത് കണ്ട സാധനമാണ്. മോഹൻലാൽ പറഞ്ഞതുപോലെ ഉയരം കൂടുന്തോറും ചായക്ക് ടേസ്റ്റ് കൂടുമെന്ന് പറഞ്ഞതുപോലെ. കണ്ടോ, ഇത് മര്യാദയ്ക്ക് ഇറങ്ങാൻ മേലാത്ത സ്ഥലമാണ്. ഇതൊന്ന് കണ്ടു നോക്ക്.
ഇതേപോലെയുള്ള കുത്തനെയുള്ള ഇറക്കത്തിലാണ്. അതെ, സേഫ്റ്റി മസ്റ്റ്. സേഫ്റ്റി മസ്റ്റ് ആട്ടോ ഇവിടെ. റോപ്പോ കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ആ സേഫ്റ്റി നോക്കിയിട്ടാ. കൊള്ളാം. നിങ്ങൾ തന്നെയാണോ? ഇതിലാണോ നിങ്ങൾ പറഞ്ഞ വഴി? പിള്ളേരും ഇല്ലല്ലോ. നിങ്ങൾക്ക് ഈ വഴി ഇറങ്ങി പോന്നോ? അടിപൊളി. ഇവിടെ ഇങ്ങനെയൊന്നായിട്ട് വരാൻ പറ്റിയില്ല. എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ അല്ലാതെ കൊണ്ടുവന്ന ഇവിടെ നമ്മൾ ബുദ്ധിമുട്ടും. കയറാനും ഇറങ്ങാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ സൈഡിൽ നിന്നും അല്ല, നമ്മൾ വരുമ്പോൾ ഓക്കെ.